വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ ഇപ്പോൾ റീമാസ്റ്റർ ചെയ്തിറക്കിയപ്പോൾ എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ. ദേവദൂതന്റെ കാര്യം തന്നെ. അടുത്ത കാലത്തായി എല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ് പഴയ ഹിറ്റ് ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ്. എന്താണ് റീമാസ്റ്ററിംഗ്? എന്തുകൊണ്ടാണ് പഴയ ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്യുന്നത്? ഫിലിമിൽ ചിത്രീകരിച്ച സിനിമകളോ വീഡിയോകളോ ഓഡിയോകളോ ഡിജിറ്റലൈസ് ചെയ്ത് അതിലെ ഓഡിയോയും വീഡിയോയും ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുന്നതാണ് ഫിലിം റീമാസ്റ്റർ. തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ് ഈ പഴയ ഹിറ്റ് ചിത്രങ്ങളുടെ റീമാസ്റ്റർ ചെയ്യുന്ന ട്രെൻഡ് ആദ്യമായി കൊണ്ടുവന്നത്. ശങ്കർ സംവിധാനം ചെയ്ത രജനീകാന്തിന്റെ ആദ്യ സിനിമയായ ശിവാജി ആയിരുന്നു റീമാസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. 2007 റീമാസ്റ്ററിംഗ് ആരംഭിച്ച് 2012 രജനീകാന്തിന്റെ 63ാം ജന്മദിനത്തിൽ ശിവാജിയുടെ റീമാസ്റ്റർ ചെയ്ത് 3D പതിപ്പ് പുറത്തിറക്കി. ഇപ്പോൾ മലയാളത്തിലും സിനിമകളുടെ റീമാസ്റ്ററിംഗ് കാലമാണ്. മോഹൻലാലിന്റെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ 2000 തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ പരാജയമായിരുന്നു. എന്നാൽ 2024 റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന് വൻ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത്. ദേവദൂതന് മുൻപായി മലയാളത്തിൽ മറ്റൊരു മോഹൻലാൽ ചിത്രവും റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം. അന്ന് അതും തിയേറ്ററിൽ ആഘോഷമാക്കി. ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴം ഈ ലിസ്റ്റിലേക്ക് എത്തി. ഇത്തരത്തിൽ റീമാസ്റ്റർ ചെയ്ത പഴയ സിനിമകൾ ഉയർന്ന ദൃശ്യ നിലവാരത്തിൽ റിലീസ് ചെയ്യുന്നത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. 2010 വരെ മലയാള സിനിമകൾ ഫിലിമിലാണ് ചിത്രീകരിച്ചിരുന്നത്. ഇവ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ചിത്രത്തിന്റെ ദൃശ്യ ശബ്ദ മികവിനായി സൗണ്ട് ടെക്നീഷ്യന്മാരും വീഡിയോ എഡിറ്റർമാരും വീണ്ടും ജോലി ചെയ്യേണ്ടി വരും. ചില സാഹചര്യത്തിൽ സിനിമയിലെ ചില ഭാഗങ്ങൾ റീഡബ് വരെ ചെയ്യേണ്ടി വരും. ഒരു കൂട്ടം കലാകാരന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇന്നത്തെ റിലീസുകൾ. റീമാസ്റ്റർ ചെയ്തിറക്കിയ പഴയ ചിത്രങ്ങൾ ഇപ്പോൾ റിലീസായ പുതിയ ചിത്രങ്ങളെക്കാൾ ഡെയിലി കളക്ഷന് മുൻപിലാണ്. ഇത് മലയാള സിനിമയ്ക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം കൂടിയാണ്. ഒരു പഴയ ചിത്രം ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് 4K ആക്കി കൺവേർട്ട് ചെയ്യാൻ ഏകദേശം 4.5 ലക്ഷം രൂപയാണ് ചെലവ്. തിയേറ്ററിലേക്ക് എത്തുമ്പോൾ വീണ്ടും ചെലവ് കൂടും. ഇങ്ങനെ റിലീസ് ചെയ്യുന്നതിലൂടെ എത്ര കാലം കഴിഞ്ഞാലും അതേ ദൃശ്യ നിലവാരത്തിൽ ചിത്രങ്ങൾ കൂടുതൽ വ്യക്തതയോടെ കാണാൻ സാധിക്കുമെന്നതാണ് ഗുണം. ഒപ്പം സിനിമയെ പറ്റി പഠനവും ഗവേഷണവും നടത്തുന്നവർക്കും ഉപകരിക്കുകയും ചെയ്യും. മലയാളത്തിലെ പ്രമുഖ കമ്പനികൾ പഴയ ഹിറ്റ് ചിത്രങ്ങളെ റീമാസ്റ്ററിംഗ് ചെയ്ത് റിലീസ് നടത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. നിങ്ങൾക്ക് ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് കാണാൻ ഇഷ്ടമുള്ള സിനിമകൾ ഏതാണ്? കമന്റ് ചെയ്യൂ.